ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മീ യുവർ ജഫ്രാൻ. കുറച്ച് നാളുകളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഞാനിപ്പോൾ ഇവിടെ യു എയിൽ ഷാർജയിലാണുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കമ്പനിയിൽ ജോയിൻ ആയിട്ടുണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ നമ്മുടെ യു എയുടെ എംബസിയുടെ അറ്റസ്റ്റേഷനെ പറ്റിയിട്ടുള്ള ആ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഞാൻ നെക്സ്റ്റ് വീക്ക് മുതൽ ഡ്യൂട്ടിക്ക് കയറും, അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പാർട്ട് 2 ഇടാന്നുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ട്രിവാൻഡ്രത്തുള്ള നോർക്ക സെൻറ്ററിൽ പോയപ്പോൾ എൻ്റെ കുറച്ച് അനുഭവങ്ങളോ കാര്യങ്ങളോടെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സമയങ്ങളാണ് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം അറിയാലോ, നമ്മൾ യു എ എംബസി അറ്റസ്റ്റേഷൻ നിർബന്ധമാണ്. യു എയിൽ വരുന്ന എല്ലാവരും എടുത്തിരിക്കണം. അപ്പോൾ ഇതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അപ്പം എല്ലാവരും ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ രാവിലെ 10 മണി മുതൽ 11 മണി വരെയുള്ള ഷിഫ്റ്റ് എടുക്കുക. കാരണം ആ സമയമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മറ്റേ സ്റ്റേഷനും വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നോർക്ക സെൻറ്ററിലോട്ട് അറ്റസ്റ്റേഷനായിട്ട് വരുമ്പോൾ അറ്റസ്റ്റ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്, പിന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം, പാസ്പോർട്ട്, ഫോട്ടോ, ആധാർ കാർഡ്, 10th സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം കറക്റ്റ് ഒറിജിനൽ കയ്യിൽ വേണം. അതിൻ്റെ മാർക്ക് ലിസ്റ്റും കയ്യിൽ വേണം. ഏതാണ് അറ്റസ്റ്റ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്, അതാണ് മെയിനായിട്ട് നമ്മൾ കൊണ്ടുവരാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, എല്ലാവരും രാവിലെ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും എടുക്കാൻ മറന്നു പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെയും തിരിച്ച് വീട്ടിൽ പോയി എടുക്കാനുള്ളൊരു സാവകാശം അവിടെ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒന്നും കൂടെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് നമുക്ക് ഒന്നുകൂടെ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. പക്ഷേ ഉച്ചയ്ക്കോ അതിന് ശേഷമോ അപ്പോൾ ഷിഫ്റ്റ് എടുക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റോ പേയ്മെൻറ്റിൻ്റെ ഒക്കെ ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അന്നേ ദിവസം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെയും അടുത്ത ദിവസത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് പിന്നെയും കഫേയിൽ കാശൊക്കെ കൊടുത്ത് വരേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും രാവിലെ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഞാനും ഇതുപോലെ രാവിലെയാണ് പോയിരുന്നത്. പിന്നെ സമീപ ജില്ലകളിൽ വരുന്ന ആൾക്കാരും ഏതാണ്ട് രാവിലെ തന്നെ വരണം. അപ്പം സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഏതാണ്ടൊരു സെൻറ്ററിൽ പ്രോസസ് ടൈം എന്ന് പറയുന്നത് 1.5 to 2 മണിക്കൂറാണ്. അപ്പോൾ ഇത്രയും സമയം എടുക്കും നമുക്ക് അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ തീരുന്നത്. അപ്പോഴും തിരിച്ച് ട്രെയിനിലോ ബസ്സിലോ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലെത്താൻ പറ്റും. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വരുന്നവരൊക്കെ പിന്നെ ട്രിവാൻഡ്രം സിറ്റിയിൽ വൈകിട്ടൊക്കെ ഭയങ്കര ബ്ലോക്കായിരിക്കും. അപ്പോൾ നല്ല സമയമെടുക്കും തിരിച്ച് വീട്ടിലെത്താൻ. പിന്നെ അതേപോലെ സമീപ ജില്ലകൾ എന്ന് പറയുമ്പം നമ്മളെ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട. അപ്പോൾ ഇവിടുന്ന് 3 നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രിവാൻഡ്രം നോർക്കയിലോട്ട് വരുന്നത്. അപ്പോൾ ഇവരും രാവിലെ തന്നെ പരമാവധി വരണം. പിന്നെ ഇവർ തിരിച്ചു പോകുന്ന സമയത്ത് ഒരിക്കലും സീറ്റ്, അല്ലെങ്കിൽ ട്രെയിനിലോ ബസ്സിലോ സീറ്റ് ഒരിക്കലും ബുക്ക് ചെയ്ത് വരരുത്. കാരണം നമുക്ക് അവിടുത്തെ പ്രോസസ് ടൈം ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി 1.5 to 2 മണിക്കൂറാണ് സമയം എടുക്കുന്നത്. പക്ഷേ എന്നാലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും കഴിയത്തില്ല. ചിലവരുടെ സർട്ടിഫിക്കറ്റൊക്കെ ഇഷ്യൂസോ അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ആണ്, അതിൻ്റെ വാലിഡേഷനോ പിന്നെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ബാലൻസ് ഒക്കെ കുറവാണെങ്കിൽ അതൊക്കെ ഒന്ന് റെഡിയാക്കണം. അതിനൊക്കെ ചിലപ്പം സമയം എടുത്തെന്നിരിക്കും. അപ്പം ഇതൊക്കെ ഞാൻ നേരിട്ട് അവിടെ കണ്ടതാണ്. എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പം അതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. അപ്പം ഒരിക്കലും ട്രെയിനും ബസ്സും ഒരിക്കലും തിരിച്ച് റിസർവ് ചെയ്ത് വരരുത്, തിരിച്ച് സീറ്റ് ബുക്ക് ചെയ്ത് വരരുത്. നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആണെങ്കിൽ പെട്ടെന്ന് ബുക്ക് ചെയ്യുക, കാര്യങ്ങളൊക്കെ നോക്കുക. അത് മാത്രമേ നടക്കൂ. കാരണം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ലോങ് ആയി പോകും, ചിലപ്പോൾ സമയം എടുക്കും, ചിലപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്തിന് മുമ്പ് കുറേ ആൾക്കാർ കാണും. ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം തിരിച്ച് പോകുന്ന വഴിക്ക് ബുക്ക് ചെയ്യാതെ പോവുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഞാൻ പറയുന്നത്, എല്ലാവരും പരമാവധി രാവിലെ വരിക എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും രാവിലെ തന്നെ വരാൻ നോക്കുക. പിന്നെ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് 10 മണിക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ രാവിലെ ഏതാണ്ട് ഒരു 9 മണി മുതൽ തന്നെ നിങ്ങളവിടെ എത്താൻ ശ്രമിക്കുക. കാരണമെന്ന് വെച്ചാൽ അവിടെ നമ്മൾ പോകുന്ന സമയത്ത് നോർക്ക സെൻറ്റർ എന്ന് പറയുന്നത് നോർക്ക ആ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്, ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിൽ. അപ്പോൾ അവിടെ അതിന് മുന്നിലായിട്ടൊരു മേശയിലൊരു സെക്യൂരിറ്റി ചേട്ടൻ ഇരിപ്പുണ്ട്. പുള്ളി അവിടുത്തെ സ്റ്റാഫാണ്. അപ്പോൾ പുള്ളി നമ്മൾ എന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്, എന്തൊക്കെ ഫോമാണെന്നുള്ളത് പുള്ളി ഒന്ന് വെരിഫൈ ചെയ്യും. അപ്പോൾ അന്നേരം പെട്ടെന്ന് നമ്മളെ കയ്യിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കാൻ മറക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഫോം എടുക്കാൻ മറക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ കറക്റ്റ് വെരിഫൈ ചെയ്തിട്ട് പറയും. അപ്പം നമ്മൾ അന്നേരം പോയി പെട്ടെന്ന്
റെഡിയാക്കാനുള്ളൊരു ടൈം കിട്ടും. അപ്പം പുള്ളി നമുക്കൊരു സപ്പോർട്ടിങ്ങും, പിന്നെ അകത്ത് അവരുടെ സ്റ്റാഫിന് നമ്മൾ അകത്ത് കയറിയിട്ട് നമുക്ക് ഇല്ല ഡോക്യുമെൻ്റ് ഇല്ല എന്നൊക്കെ പറയുന്ന നമ്മളിങ്ങനെ പരന്നതിന് വരെ പുള്ളി പുറമേ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഞാൻ അറ്റസ്റ്റ് ചെയ്യാൻ പോയ കാര്യങ്ങൾ ഞാനൊന്നുകൂടെ പറയാം. അപ്പം ഞാനിതേപോലെ രാവിലെ ട്രിവാൻഡ്രം നോർക്ക സെൻ്ററാണ്. അപ്പോൾ എൻ്റെയൊക്കെ ഏറ്റവും അടുത്ത്, ഞാൻ ട്രിവാൻഡ്രം ജില്ലയിലാണ്, അടുത്ത് ട്രിവാൻഡ്രം നോർക്ക സെൻ്ററാണ്. അപ്പോൾ അപ്പോയിൻമെൻ്റ് എടുത്തു ഞാൻ. അപ്പം പിന്നെ ഉള്ള 2 നോർക്ക അറ്റസ്റ്റേഷൻ സെൻ്റർ എന്ന് പറയുന്നത് എറണാകുളവും കോഴിക്കോടുമാണ്. ഇവിടെ രണ്ടുമാണ്. പിന്നെ ഉള്ള ആകെ 3 അറ്റസ്റ്റേഷൻ കേന്ദ്രങ്ങളേ ഉള്ളൂ. പിന്നെ അതേപോലെ എൻ്റെ ഒരു സബ്സ്ക്രൈബറിൻ്റെ അടുത്ത് ചോദിച്ചു, കൊല്ലത്ത് എന്നുണ്ട ഒരു നോർക്കയുടെ ഒരു സെൻ്റർ ഉണ്ടല്ലോ, അവിടെ അറ്റസ്റ്റേഷൻ പറ്റും. പക്ഷേ എനിക്ക് തന്നെ അവിടെ പറ്റുന്നില്ല. കാരണം അവിടെ അപ്പോസ്റ്റൈലിൻ്റെതും ചെറിയ വകുപ്പിൻ്റെയൊക്കെ മാത്രമേ ഒക്കെ ഉള്ളൂ. മെയിനായിട്ട് UAE എംബസിയുടെ അറ്റസ്റ്റേഷൻ ട്രിവാൻഡ്രത്തും എറണാകുളവും കാലിക്കറ്റുമാണുള്ളത്. അപ്പം ട്രിവാൻഡ്രം നോർക്ക സെൻ്ററിൽ ഈ നോർക്ക സെൻ്റർ നിൽക്കുന്നത് തൈക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ ഹോസ്പിറ്റൽ കേരളത്തിൽ അത്രയും വലിയൊരു ഹോസ്പിറ്റലൊക്കെ ഉള്ളത് ആ തൈക്കാട് ഏരിയയിലാണ്. അപ്പോൾ നമുക്കവിടെ പെട്ടെന്ന് എത്തിച്ചേരാനും പറ്റും കേട്ടോ. നിങ്ങൾ ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനോ അല്ലെങ്കിൽ ട്രിവാൻഡ്രം സെൻട്രൽ ബസ് സ്റ്റേഷനിലോ വന്നു കഴിഞ്ഞാൽ ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ ഈ തൈക്കാട് നോർക്ക സെൻറ്റർ വരെ. 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ട്രിവാൻഡ്രം സെൻട്രലിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ മുന്നിലോ നിങ്ങൾക്ക് ഇലക്ട്രിക്കിൻ്റെ ഷട്ടിൽ ബസ് കിട്ടും. അവിടെ നിന്ന് എപ്പോഴും തൈക്കാട് ഷട്ടിൽ ബസ് ഉണ്ട്. പക്ഷെ എന്നാലും ആ ഒരു ബ്ലോക്കിൻ്റെ ഇടയിലും തമ്പാനൂർ ഭാഗത്തുള്ള ആ ഒരു ബ്ലോക്കിലൊക്കെ ചെറിയൊരു പാടായിരിക്കും നിങ്ങൾക്ക് വരാം. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഓട്ടോയാണ്. ഓട്ടോ ചേട്ടന്മാർക്ക് ഒരു 50 രൂപ എടുത്താൽ അവർ പെട്ടെന്ന് ഉണ്ടാക്കി തരും. നമുക്ക് പെട്ടെന്ന് കാര്യം കഴിയുക, തിരിച്ച് അതേപോലെ ഒളി ഇറങ്ങുക, ഓട്ടോ പിടിക്കുക, റെയിൽവേ സ്റ്റേഷനോ ബസ് സ്റ്റേഷനോ വരിക, ബസ് കയറുക. അപ്പം ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഓട്ടോയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാനും ഏതാണ്ട് ഒരു 9 മണിക്ക് എത്തി. അപ്പം താഴെ റിസപ്ഷനിൽ 2 ചേട്ടന്മാരുണ്ട്. ഉള്ളിൽ കയറി താഴെ 2 റിസപ്ഷൻ ചേട്ടന്മാരുണ്ടായിരുന്നു. അപ്പോൾ അറ്റസ്റ്റ് ചെയ്യാനാണ് വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ മുകളിലത്തെ ഫസ്റ്റ് ഫ്ലോർ കാണിച്ചു. ഞാൻ മുകളിലോട്ട് പോയി. അവിടെ കയറിയപ്പോഴത്തേക്കും ഞാൻ ആകെ അമ്പരന്ന് പോയി കാഴ്ച. അതായത് അവിടെ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ഫുള്ളായി ആൾക്കാർ, അതായത് ജനത്തിരക്കം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയും ചെയ്തു, 10 മണിക്കല്ലേ ഇതുള്ളത്, 9 മണിക്ക് 1 മണിക്കൂർ മുമ്പ് വരാനുള്ള ഒരു സ്കീം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നിട്ട് പോലും ഇത്രയും തള്ളലുണ്ടായ, അപ്പോൾ ഇവരൊക്കെ എത്ര മണിക്കാണ് വന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുന്നത്. അപ്പം കൂടുതലും സമീപ ജില്ലകളിൽ നിന്ന് വന്ന ദൂരം എന്ന് പറയുന്ന ആൾക്കാരൊക്കെയാണ് കൂടുതലും അവിടെ ഇരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോഴൊരു ഇരിക്കാനൊരു സീറ്റ് പോലും ഇല്ലാതെ ഞാൻ ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് നേരം നിന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഓരോരുത്തരായി വിളിച്ച് അകത്തോട്ട് തുടങ്ങിയപ്പോഴത്തേക്കാണ് എനിക്ക് ഇച്ചിരി സീറ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ അവിടെ വന്ന സമയത്ത് ആ സെക്യൂരിറ്റി ചേട്ടൻ്റെ അടുത്തോട്ട് പോയി പുള്ളിയിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തു. ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്തിട്ടു. പുള്ളി എനിക്കൊരു നമ്പർ ഇട്ട് തന്നു, നമ്പർ 44. അതായത് എനിക്ക് മുമ്പ് ഓൾറെഡി 1 മണിക്കൂർ മുമ്പ് അവിടെ 44 പേര് വന്ന് ഓൾറെഡി ടിക്കറ്റ് കഴിഞ്ഞു. 44ാമത്തെ ആളാണ് ഞാൻ. ഭയങ്കരമായിട്ട് എനിക്കൊരു ഇതുണ്ട്, 44 എത്ര നേരം കാത്തിരിക്കണം അങ്ങനെ. പക്ഷെ നമ്മുടെ കാര്യമല്ലേ, ക്ഷമയോടെ കാത്തിരുന്ന് മാത്രമേ കാര്യം നടക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ അപ്പം നിരാശ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു അവസരത്തിന് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ കുറേ പേരെടുത്ത് സെക്യൂരിറ്റി ചേട്ടൻ അത് വേണം, ഈ ഫോമില്ല ആ ഫോമില്ല എന്നൊക്കെ പറയുന്നുണ്ടപ്പോഴത്തേക്കും എല്ലാവരും വലിയ രീതിയിൽ അയ്യോ ഇതില്ലല്ലോ എന്താ ചെയ്യാന്ന് അവരുടെ താഴോട്ട് ഇറങ്ങി ഓടുന്നതായിട്ടൊക്കെ കണ്ട, സ്റ്റെപ്പൊക്കെ കയറി. അപ്പോൾ പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അവിടെ താഴെ ഈ ഗ്രൗണ്ട് ഫ്ലോറും കഴിഞ്ഞ് താഴെ ഒരു പാർക്കിംഗ് ലെവലുണ്ട്. ആ ഭാഗത്ത് ഒരു ചെറിയൊരു ഇൻ്റർനെറ്റ് കഫേ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നതാണ്, ട്രിവാൻഡ്രം നോർക്ക സെൻറ്ററിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഫോമോ ആപ്ലിക്കേഷൻ ഫോമോ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ ഗ്രൗണ്ട് പാർക്കിങ്ങിൻ്റെ താഴത്തെ ഏറ്റവും താഴെയുള്ള ഫ്ലോറിൽ ഒരു ചെറിയൊരു ഇൻ്റർനെറ്റ് കഫേ അവിടെ ഒരു ആൻറ്റി നടത്തുന്നുണ്ട്. ആൻറ്റി ഒരു പെങ്കുച്ചമാണ് ഇരിക്കുന്നത്. അവർ നല്ല ഹെൽപ്ഫുള്ളാണ്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കോപ്പിയോ ഡോക്യുമെൻറ്റോ ഓൺലൈൻ ഫോമൊക്കെ എന്തെങ്കിലും പൂരിപ്പിക്കാനോ എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ട്രിവാൻഡ്രം നോർക്ക സെൻറ്ററിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അവസാനം എൻ്റെ ഊഴെത്തി. ഞാൻ അകത്തോട്ട് കയറി, ചേട്ടൻ വിളിച്ചു. അകത്തോട്ട് കയറിയപ്പോൾ അകത്തും ഒരു കുറേ ആൾക്കാർ കസേരയിൽ, നടുക്ക് കുറേ കസേര ഇരിപ്പുണ്ട്. സൈഡിലായിട്ട് നമ്മളെ കൗണ്ടറുകളുണ്ട്. അവിടെ അതിൻ്റെ നടുക്കായിട്ട് കുറേ കസേരയിലും പിന്നെയും കുറേ ആൾക്കാർ, നമ്മുടെ അറ്റസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ അതിൽ വന്നിരുന്നു. അപ്പോൾ ഒരു 7-8 കൗണ്ടർ സൈഡിലായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പേര് ഊഴം വിളിച്ചു. അപ്പം എന്നെ നോക്കിയത് അവിടുത്തെ ചീഫ് അറ്റസ്റ്റേഷൻ്റെ ഒരു മാമാണ്. അവരാണ് എന്നെ നോക്കിയത്.
അപ്പോൾ ഞാൻ എണീറ്റ് ഭയങ്കര വിശ്വാസത്തോടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കാണ് ഒരു ഞെട്ടിക്കുന്ന സത്യം പുള്ളിക്കാരി പറഞ്ഞത്. അപ്പം ഞാൻ എന്താണ് എൻ്റെ ITയുടേതും ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റും അറ്റസ്റ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ എനിക്ക് പെട്ടെന്ന് അവർ പറഞ്ഞത് ITയുടെ സർട്ടിഫിക്കറ്റ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഡിപ്ലോമ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ഏറ്റവും ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമയാണ്. പക്ഷേ ഞാൻ പഠിച്ച ഡിപ്ലോമ 1 ഇയർ ഡിപ്ലോമയാണ്, 3 ഇയർ ഡിപ്ലോമ അല്ല. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ITയുടേത് ചെയ്തു തരാം, ഡിപ്ലോമയുടെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ട്രിവാൻഡ്രം സെക്രട്ടേറിയറ്റിലുള്ള ഹോം അറ്റസ്റ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോയി അവിടെ നിന്നുള്ള അറ്റസ്റ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ചെയ്തു തരൂ, അത് കണ്ടാൽ മാത്രമേ ഞങ്ങൾ നോർക്കയിൽ ചെയ്തിട്ട് ഡൽഹിയിലോട്ട് UAE എംബസി അറ്റസ്റ്റേഷനിൽ ആയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാകെ നിരാശനായി. ഇപ്പം എന്തായാലും ഇപ്പം ഇനിയും പിന്നെയും വരേണ്ടി വരുമല്ലോ, ചെയ്യാൻ പറ്റുമോ ഒന്നും അറിയത്തില്ല, ആകെ ഒരു ഇതായി. ഇപ്പം ഞാൻ പറഞ്ഞു, മാഡം ITയുടെ ഉണ്ടല്ലോ, ITയുടെ ചെയ്യാം എന്നുള്ള പറഞ്ഞു. അപ്പോൾ ITയുടെ അവർ ചെയ്യാമെന്ന് പറഞ്ഞു. കുറച്ച് പ്രൊസീജിയർ ചെയ്തു. അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് വേറൊരു ഒരു സാറുണ്ടായിരുന്നു, പുള്ളിക്കാരൻ വെരിഫൈ ചെയ്തിട്ട് അകത്തോട്ട് വിളിപ്പിച്ചു, ഡയറക്ടർ വിളിപ്പിച്ചു. ഓക്കെയാണ്, ഓക്കെയാണ്, പേയ്മെൻറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് സെക്ഷനിൽ പോയി, ക്യാഷ് അല്ല, എല്ലാവരും ഗൂഗിൾ പേയിൽ വേണം കരുതാൻ. അവിടെ UPI പേയ്മെൻറ്റ് മാത്രമേ നടക്കത്തുള്ളൂ, ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ, ഏത് പേയ്മെൻ്റ് ആണെങ്കിലും UPI മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ എനിക്കൊരു സർട്ടിഫിക്കറ്റ് 5400, എല്ലാ ടോട്ടൽ ഫീസെല്ലാം കൂടെ ഒരു സർട്ടിഫിക്കറ്റ് 5400. അങ്ങനെ അത് ചെയ്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വരാം. അപ്പം എന്താണ്, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ എന്താണെന്നുള്ള പ്രൊസീജിയർ ആ മാഡത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ നിനക്ക് ഹോം അറ്റസ്റ്റ് അവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയാൽ ചെയ്തു തന്നു. അപ്പം ഞാനൊരു 2 ദിവസം കഴിഞ്ഞിട്ട്, കാരണം ഡ്യൂട്ടിയൊക്കെ ഒന്നുണ്ട്, നാട്ടിൽ ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു, ISROയിലാണ് നാട്ടിൽ ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ചു, മാം ഇതണക്കാണ് അറ്റസ്റ്റേഷന് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഓക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതേപോലെ അടുത്തൊരു ദിവസം ഇത് രാവിലെ ഓഫ് എടുത്തിട്ട് ഞാൻ രാവിലെ അങ്ങ് പോയി. അപ്പോൾ പോയി സെക്രട്ടേറിയറ്റിൽ നമ്മൾ ബാക്ക് വശത്തെ നമ്മൾ ഡോർ വഴിയാണ് വരുന്നത്. അതായത് മുൻവശങ്ങളിലാണ് മറ്റേ സമരങ്ങളൊക്കെ നടക്കുന്നത്, അറിയാമല്ലോ, ട്രിവാൻഡ്രം സെക്രട്ടേറിയറ്റിൽ മുന്നിൽ കൂടെ വരുന്നവർക്ക് അറിയാം, മുന്നിലാണ് മറ്റേ സമരപ്പന്തലും കാര്യങ്ങളൊക്കെ ഉള്ളത്. കൂടുതലും എംപ്ലോയീസും കാര്യങ്ങളൊക്കെ നോർത്ത് ഗേറ്റ്, സൗത്ത് ഗേറ്റ് ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ സൗത്ത് ഗേറ്റ് വഴിയാണ് കയറേണ്ടത്. അപ്പം ഞാൻ കയറി, അവിടെ അപ്പോയിൻമെൻറ്റ് എടുക്കണം, സെക്രട്ടേറിയറ്റിൽ കയറണം, അപ്പോയിൻമെൻറ്റ്, ബാഗ് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെടുത്തു, അറ്റസ്റ്റേഷൻ ആണെന്ന് പറഞ്ഞു, അവർ കയറ്റി. അപ്പോൾ നേരെ ഹോം ഡിപ്പാർട്ട്മെൻറ്റ്, അറ്റസ്റ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു, അറിയാലോ, വലിയ കെട്ടിടങ്ങളാണ് സെക്രട്ടേറിയറ്റിൽ. അപ്പോൾ അതിലൊരു കയറി. അപ്പോഴത്തേക്ക് ആ മാഡം, അപ്പം ഞാൻ കയറി, ഒരു മാഡം കൊണ്ട് സംസാരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴത്തേക്കാണ് അടുത്ത പ്രശ്നം വന്നത്. അവിടെ നിന്ന് അവർ പറയാണ്, നിങ്ങൾ പഠിച്ച കോളേജിൽ പോകണം, അവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു റിപ്പോർട്ട് അയക്കും, ആ റിപ്പോർട്ടിൽ അവർ അവർ ഓക്കെ ആണെന്ന് വെരിഫൈ ചെയ്താൽ മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് ചെയ്തു തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആകപ്പെട്ടു, കാരണം ഞാൻ ഓൾറെഡി ഡിപ്ലോമ പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞായിരുന്നു. ഇനി കോളേജ് ഇപ്പോഴും ഉണ്ട്, അവിടുത്തെ പ്രിൻസിപ്പാൾ, അവിടുത്തെ ആൾക്കാരെല്ലാം മാറിയിട്ടുണ്ടായിരിക്കും. എന്നിരുന്നാലും അവിടുത്തെ പിന്നെ നമ്പരും പഴയ കോണ്ടാക്റ്റിലൊക്കെ ഉള്ള ഒരു മാഡത്തിനെയൊക്കെ വിളിച്ച് ഞാൻ കാര്യം സംസാരിച്ച്, മാം ഇങ്ങനെയാണ്, അറ്റസ്റ്റേഷന് വേണം, നിനക്കാണ് അവിടെ നിന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ അവിടുത്തെ പ്രിൻസിപ്പളായിട്ടൊക്കെ സംസാരിക്കട്ടെ എന്നുള്ള കാര്യം പറഞ്ഞു. ഞാൻ അവിടുത്തെ പ്യൂണിൻ്റെ നമ്പർ കിട്ടി ആ മാഡത്തിൻ്റെ. അപ്പോൾ ആ പുള്ളിയായിട്ട് ഒരു നൂറുദ്ദീൻ ഷാജാൻ അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരു പുള്ളിക്കാരൻ, മറന്നു പോയിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പം ഞാൻ നിരന്തരം കോണ്ടാക്ട് ചെയ്ത പുള്ളി, സാറേ നിനക്കാണ്, പെട്ടെന്ന് ചെയ്ത് തരാമോ എന്നുള്ള കാര്യങ്ങൾ കുറേ സംസാരിച്ച്. അങ്ങനെ അവസാനം ഏതാണ്ടൊരു 4-5 ദിവസം എടുത്തു എല്ലാം കൂടെ ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. സംഭവം ഓക്കെ ആയി, അവർ എനിക്ക് ചെയ്തു തന്നു. അവിടെ നിന്ന് ഓക്കെ ആക്കിയിട്ട് തിരിച്ച് ഞാൻ ഓക്കെയാണ്, ഞാൻ ഇവിടെ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്തിട്ട് അവർ തിരിച്ച് ഹോം ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് അത് വെരിഫൈ ചെയ്തു. പിന്നെ ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ചിട്ട് ഞാൻ അവിടെ അറ്റസ്റ്റിന് വേണ്ടി പോയി. അപ്പോഴത്തേക്ക് അവർ സർട്ടിഫിക്കറ്റ് ഞാൻ അവിടെ വെച്ചിട്ടാണ് വന്നത്, ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ അവർ അറ്റസ്റ്റ് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം. എന്ന് വെച്ചാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവിടെ നിന്ന് ഇവിടെ പോകും, ഇവിടെ നിന്ന് അവിടെ പോകും. സത്യം പറഞ്ഞാൽ സിനിമയിലൊക്കെ കാണുമ്പോഴത്തെ ഒരു ഫീലായിരുന്നു. അയ്യോ ഇനി ഞാൻ അങ്ങോട്ട് പോകണമല്ലോ, ഇത് ഇങ്ങോട്ട് നമ്മൾ വിചാരിക്കും അയ്യോ പറ്റത്തില്ല, ഭയങ്കര പ്രശ്നമാണ്, ഇത് നടക്കത്തില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ നടക്കും, നിങ്ങൾ പരിശ്രമിച്ചാൽ നടക്കും.
അപ്പം ഞാനവിടെ വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഇതാണ്, ഡ്യൂട്ടിയൊക്കെ ഉണ്ട്, അതൊന്നും ചെയ്യാതെ പോണ്ട, ചെയ്യേണ്ട എന്നുള്ളതിൽ വെച്ചാൽ നിങ്ങൾക്ക് മാത്രം നഷ്ടം. അറ്റസ്റ്റേഷൻ്റെ വാല്യൂ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. അതാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്, മെയിനായിട്ട് അറ്റസ്റ്റേഷൻ ചെയ്യണം. അപ്പോഴത് അത് കഴിഞ്ഞു. ഞാൻ സർട്ടിഫിക്കറ്റ് മേടിച്ചു. തിരിച്ച് അടുത്ത ദിവസം പിന്നെയും ഹാഫ് ഡേ ഡ്യൂട്ടി കട്ട് ചെയ്തു. പിന്നെയും അപ്പോയിൻമെൻറ്റ് ഒന്നേന്ന് പിന്നെയും അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടി വന്നു. അതായത് ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഇതല്ലേ ചെയ്യുന്നത്. ആദ്യം IT കഴിഞ്ഞു, അത് കഴിഞ്ഞു. പിന്നെയും അപ്പോയിൻമെൻറ്റ് എടുത്തു, കഫേയിൽ കാശ് കൊടുത്തു, അപ്പോയിൻമെൻറ്റ് ഓർഡർ ആയിട്ട് ഞാൻ പിന്നെയും വന്നു. അങ്ങനെ തിരിച്ച് വന്നിട്ട് ഞാൻ ഓക്കെ പിന്നെയും കൊടുത്തു കാര്യങ്ങളൊക്കെ. അപ്പോഴും അവർ മാഡം ചിരിച്ചോണ്ട് തന്നെ നീ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയില്ലേ. അങ്ങനെ ഏതാണ്ടൊക്കെ അത് സെറ്റ് ചെയ്ത് അകത്ത് കയറി. പിന്നെ അതിനും സെയിം പേയ്മെൻ്റ് ആയിരുന്നു, 5400 പേയ്മെൻറ്റ് മേടിച്ചു. അപ്പോൾ കാര്യങ്ങൾ ഇതായിരുന്നു സംഭവം. അപ്പോൾ നിങ്ങൾ കുറച്ച് ഡൗട്ട്സൊക്കെ നിങ്ങൾക്ക് കാണും. എന്ന് വെച്ചാൽ നിങ്ങൾ പലതും പല കോഴ്സായിരിക്കും പഠിച്ചത്. ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇതെന്താ മെഡിക്കൽ പരമായിട്ടും പിന്നെ BTech പരമായിട്ടൊക്കെ പഠിച്ച ആൾക്കാർ ജസ്റ്റ് ഒന്നും കൂടെ നിങ്ങൾ നോർക്കയിൽ അറ്റസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ഇൻ കേസ് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തുക. ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ച് നോർക്കയുടെ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിരിക്കുന്നതായിരിക്കും. അപ്പം ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുക, സംസാരിക്കുക എന്നുള്ളത് മാത്രം. അപ്പം ഞാൻ ഇപ്പം എൻ്റെ ഒരു അനുഭവത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ രണ്ടാമത്തെ വീഡിയോയിലോട്ട് പറഞ്ഞത്. അപ്പം കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്ക് കാണിച്ചല്ലോ, അതൊക്കെ നോർക്കയിൽ വന്നപ്പോൾ എടുത്ത വീഡിയോസൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. അതൊക്കെ അപ്പോൾ അറ്റസ്റ്റേഷൻ കൊടുത്തു. അപ്പോൾ നമുക്ക് ഇനിയുള്ളതെന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യുക. അറ്റസ്റ്റേഷൻ ചെയ്ത സർട്ടിഫിക്കറ്റ് ഡൽഹിയിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഞാൻ എത്ര ദിവസം, 7 ദിവസം, എനിക്ക് ഒരു 7 ദിവസം മാത്രമേ എടുത്തിട്ടുള്ളൂ. ITയുടെ സർട്ടിഫിക്കറ്റ് ഒരാഴ്ച കൊണ്ട് തന്നെ കയ്യിലെത്തി. പിന്നെ നമ്മുടെ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ഏതാണ്, നമ്മുടെ ഡിപ്ലോമയുടെ എൻ്റെ സർട്ടിഫിക്കറ്റ് ഒരു 10 ദിവസം എടുത്തു. അതെന്ന് വെച്ചാൽ അവിടെ ഞാൻ കൊടുത്ത സമയം എന്ന് വെച്ചാൽ റംസാൻ്റെ പെരുന്നാളിൻ്റെയൊക്കെ ഈദിൻ്റെ ലീവ് ഉണ്ടായിരുന്നു. UAയിൽ ഈദിൻ്റെ ലീവ് എന്നൊക്കെ പറയണത് അവിടെ UAയുടെ എംബസിയിലും സെയിം UAയുടെ അതുപോലെയാണ്, 4 ദിവസം ഉണ്ടായിരുന്ന ലീവ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് കുറച്ച് ലേറ്റായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, എനിക്ക് 10 ദിവസത്തിനുള്ളിൽ എത്തി. എനിക്ക് ഓൾറെഡി അവിടുത്തെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഈദാണ്, ചിലപ്പോൾ താമസിച്ചെന്ന് വരും. അപ്പോൾ വന്നിരുന്നു. അപ്പം 10 ദിവസം കഴിഞ്ഞ് ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് എത്തി. ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ വീഡിയോ ഫോട്ടോ ഒക്കെ കാണിക്കാം എങ്ങനെയാണ് സംഭവം. ഇതാണ്. അപ്പോൾ ബാക്കിൽ UAയുടെ എംബസിയുടെ അറ്റസ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായത് സീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അറ്റസ്റ്റേഷൻ ചെയ്തൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ വലിയ ഇൻഫോർമാറ്റീവായിട്ടൊന്നുമില്ല, ഞാൻ പോയതിൻ്റെ എൻ്റെ ഒരു അനുഭവം. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ 1 വർഷം ഡിഗ്രി അല്ലെങ്കിൽ 1 വർഷം ഡിപ്ലോമ എന്ന് നമ്മൾ കാശ് കൊടുത്തിട്ട് പഠിച്ച ആൾക്കാരില്ലേ, നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. നിങ്ങൾ നോർക്കയിൽ അറ്റസ്റ്റ് ചെയ്യണതിന് മുമ്പേ നിങ്ങളൊന്നുകൂടെ വിളിച്ച് അന്വേഷിക്കുക. ഈ സെക്രട്ടറിയേറ്റുള്ള ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ വേണ്ടി വരുമോ എന്ന് അന്വേഷിക്കുക. കാരണം നിങ്ങളവിടെ പോയി കഴിഞ്ഞാൽ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് ഇത്രയും ദൂരം വന്ന് പോയി കഴിഞ്ഞതിന് ശേഷം അവർ പറയും ഇതിനൊക്കെ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അറ്റസ്റ്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത്രയും കാശും ചിലവാകും, സമയവും എല്ലാം കയ്യിൽ നിന്ന് പോവും. പരമാവധി നിങ്ങൾ പോകുന്നതിന് മുമ്പ്, അതായത് 1 വർഷം ഡിപ്ലോമ, 1 വർഷം ഡിഗ്രി അല്ലെങ്കിൽ 2 വർഷം ഡിപ്ലോമ, എല്ലാം നിങ്ങൾക്കറിയാലോ. ഡിഗ്രിയും ഡിപ്ലോമ എന്ന് പറയുന്നത് 3 വർഷമാണ്. 3 വർഷം പഠിച്ചവർക്ക് പല പ്രശ്നം, അത് ഒഫീഷ്യലാണ്. നമ്മൾ കാശ് കൊടുത്തിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഓപ്പൺ ഡിഗ്രി, ഓപ്പൺ ഡിപ്ലോമ ഒക്കെ പഠിച്ചത്. ഞാൻ 1 ഇയർ ഡിപ്ലോമ, ഓപ്പൺ ഡിപ്ലോമ കാശ് കൊടുത്ത് പഠിച്ചതാണ്. അപ്പോൾ ഞാൻ മറ്റേ കൊറോണ സമയത്താണ് പഠിച്ചത്. 2021 എൻ്റെ കംപ്ലീറ്റ് ആയത്. 6 മാസം നേരിട്ട് പോയി, പിന്നെ ലോക്ക്ഡൗൺ ഒക്കെ ആയി, പിന്നെ 6 മാസം ഓൺലൈൻ വഴിയാണ് ഞാൻ പഠിച്ചത് ഡിപ്ലോമ. അപ്പോൾ അന്നേരം നിങ്ങൾ വിളിച്ചിട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒന്നുകൂടെ നിങ്ങൾ അല്ലെങ്കിൽ പോകുന്നതെല്ലാം വേസ്റ്റാകും. ഈ അപ്പോയിൻമെൻറ്റ് ഫോം എടുക്കുന്നതും നിങ്ങൾ പോകുന്ന ചിലവും നിങ്ങൾ അന്നത്തെ ദിവസം എല്ലാം വെറുതെ ആവും. പരമാവധി ഒന്ന് വിളിക്കുക. നോർക്കയുടെ നമ്പർ, ഓഫീഷ്യൽ നമ്പർ 2 നമ്പറുണ്ട്, ഞാൻ തന്നേക്കാം. നിങ്ങൾ വിളിക്കുക. അതായത് ഓപ്പൺ ഇതിൽ പഠിച്ച ആൾക്കാർ ഒന്ന് വിളിക്കുക, സംശയങ്ങൾ ചോദിക്കുക. ഹോം അറ്റസ്റ്റേഷൻ വേണ്ടി വരുമോ അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ചെയ്ത് തരുമോ എന്നുള്ള ചോദിച്ചിട്ട്
മുഖേന പോയാൽ മതി. ഇപ്പോൾ എന്താ പറയുക, എൻ്റെ ഒരു ഒപ്പീനിയനിൽ നിങ്ങൾ ട്രിവാൻഡ്രം സെക്രട്ടേറിയറ്റുള്ള ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അറ്റസ്റ്റേഷൻ ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം മിക്കവാറും അവരങ്ങനെ തന്നെയായിരിക്കും പറയുന്നത്, നിങ്ങൾ പോകുന്ന സമയത്ത് അറ്റസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് ചോദിക്കും. കാരണം ഞാൻ 1 ഇയർ പഠിച്ചതാണ്. എൻ്റെ ഡിപ്ലോമയുടെ കാര്യം ഞാൻ പിന്നെ ഡിഗ്രി ബാക്കിയുള്ളതിൻ്റെ കാര്യമൊന്നും എനിക്ക് സംശയമാണ്. നിങ്ങളതാണ് ഒന്നുകൂടെ കോൺടാക്ട് ചെയ്തിട്ട് പോകാമെന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ ഇൻഫർമേറ്റീവായിട്ട് വലുതായിട്ടൊന്നുമില്ല. നിങ്ങൾ പരമാവധി എൻ്റെ പാർട്ട് 1 കാണുക, അതിലാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ഞാൻ ലിങ്ക് ഇത് വെച്ചിട്ടുണ്ട്, എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഞാൻ ഇവിടെ വന്നതിന് ശേഷം UAE മോഫ അറ്റസ്റ്റേഷൻ ഉണ്ടല്ലോ, ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് ഇവിടുത്തെ അറ്റസ്റ്റേഷൻ ചെയ്യണമെന്ന് കുറേ പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതിൽ അന്ന് ഫസ്റ്റ് പാർട്ടിൽ എനിക്ക് അതിനെപ്പറ്റി പറയാനൊന്നും പറ്റിയില്ല. പക്ഷേ കുറേ ആൾക്കാർ മോഫ വേണോ എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയണ കൂട്ടുകാരെ, മോഫ നിങ്ങൾ ഈ UAE വന്നതിന് ശേഷം നിങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന കമ്പനി പറഞ്ഞാൽ മാത്രം നിങ്ങൾ മോഫ ചെയ്താൽ മതി. അല്ലാതെ നിങ്ങൾ മോഫ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ഫുള്ള് തിരക്കിയതാണ്. കാരണം ഏതാണ്ട് UAE എംബസിയുടെ അറ്റസ്റ്റേഷൻ തന്നെ അവർ നമ്മുടെ സർട്ടിഫിക്കറ്റ് വാല്യൂ ചെയ്ത പരിപാടിയാണ്. അപ്പം പിന്നെയും അതായത് ടെക് കമ്പനികൾ, പിന്നെ മെഡിക്കലുപരമായിട്ടുള്ള കമ്പനികളൊക്കെ മാത്രമാണ്, ചുരുക്കം കമ്പനികൾ മാത്രമേ മോഫ ചോദിക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ അഥവാ പെട്ടെന്ന് മോഫ ചോദിച്ചാലും നമ്മുടെ ദുബായിൽ കറാമ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ മോഫ അറ്റസ്റ്റേഷൻ സെൻ്റർ ഉള്ളത്. വെറും ഒരു 3-5 ദിവസത്തിനുള്ളിൽ അറ്റസ്റ്റേഷൻ കിട്ടും. പിന്നെ അതേപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് UAE അതായത് നാട്ടിൽ നിന്നേ മോഫ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇപ്പം അഥവാ നിങ്ങൾ നാട്ടിൽ നിന്ന് അവിടുന്ന് നാട്ടിൽ നിന്ന് ഇൻ്റർവ്യൂ വഴി നിങ്ങളൊരു കമ്പനിയിൽ സെലക്ട് ആയിട്ടുണ്ട്, അവർ അവിടെ നിന്ന് മോഫ ചെയ്തിട്ട് വരണമെന്ന് പറയണമെങ്കിൽ നാട്ടിൽ നിന്ന് മോഫ ചെയ്യാം. അതും ഇതേപോലെ UAEയുടെ എംബസി അറ്റസ്റ്റേഷന് പോലെ നിങ്ങൾ നോർക്കയിലൊന്ന് കണക്ട് ചെയ്തിട്ട് ചോദിക്കുക, മോഫ നിനക്ക് ആവശ്യമാണ്, എന്താ ചെയ്യണമെന്ന് ചോദിക്കുക. അപ്പോൾ അവർ UAE എംബസിയുടെ കൂടെ മോഫ ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ ചെയ്തു തരും. അല്ലെങ്കിൽ നിങ്ങളിവിടെ UAE വന്നിട്ട് ചെയ്താലും മതി. ഒരു 4-5 ദിവസം, 3 to 5 ദിവസം മാത്രമേ അതിന് സമയം എടുക്കത്തുള്ളൂ. അതേപോലെ മോഫ വെറുതെ എടുത്തിട്ട് വരേണ്ട കാര്യമില്ല. മോഫ ഇവിടെ വന്നിട്ട് വെറുതെ എടുത്താലും നിങ്ങളുടെ ദർഹം കുറേ പോകും. നിങ്ങളുടെ കമ്പനി പറയുന്നുണ്ടെങ്കിൽ മാത്രം മോഫ ചെയ്താൽ മതി. കാരണം ഞാനിവിടെ കമ്പനിയിൽ കയറിയപ്പോൾ എൻ്റെ ഡയറക്ടർ എംബസി അറ്റസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു. ഓക്കെ എന്ന് പറഞ്ഞു. അത് ഓക്കെ, മോഫയുടെ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, പറയുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോസ്. ഇപ്പം കുറച്ച് ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, കാരണം ഞാൻ കൂടുതലും ഫസ്റ്റ് പാർട്ടിൽ കൂടുതലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറേ ഒരു സംശയങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അതായത് അതർ സ്റ്റേറ്റിൽ നിന്ന് പഠിച്ച ആൾക്കാരുടെ അറ്റസ്റ്റേഷൻ എങ്ങനെയാണെന്നൊക്കെ ഉള്ളതൊക്കെ എല്ലാം ഞാൻ ഫസ്റ്റ് പാർട്ടിലെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞു. ഇതാണ് വീഡിയോ. അപ്പം ഇനി ഇതണക്കുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസൊക്കെ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങളെല്ലാവരും ഫുള്ള് കാണുക. പാർട്ട് 1 പരമാവധി കാണുക, അതിലാണ് ഏറ്റവും കൂടുതൽ ഇൻഫോർമേറ്റീവ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവരും വീഡിയോ കാണും. ഓക്കെ, ദിസ് ഇസ് മീ, യുവർ ജഫ്രാൻ. ബൈ ബൈ.